പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ കാണാൻ വന്ന ഗായകൻ്റെ കുടുംബ വീടാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്. തൊട്ടടുത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട്. നമ്മളിനി അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. സന്ധ്യാസമയമായിട്ടുണ്ട്. ഏതാണ്ട് 6 മണി കഴിഞ്ഞെന്ന് തോന്നുന്നു. ഞാനും ജോലി കഴിഞ്ഞ് വന്നപ്പോൾ അല്പം ലേറ്റായിപ്പോയി. ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട്. നമുക്ക് അദ്ദേഹത്തെ കാണാം. ഹായ് രാജേഷ് ജി, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? അതെ അതെ അതെ, ഞാൻ സത്യത്തിൽ ഈ ഒരു മൂവ്മെൻറ്റിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും ഇന്ന് സമയം കിട്ടിയത് വളരെ സന്തോഷം. എത്ര ദിവസങ്ങളായിട്ടല്ലേ. ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട്, മനോഹരമായ വീട്. ഞാൻ ഈ ഫാനൊന്ന് നിർത്തിയേക്കോട്ടെ. ഇതല്ലേ? ഓക്കെ, നല്ല ശബ്ദമുണ്ട്, അതുകൊണ്ടത് വേണ്ടെന്ന് വയ്ക്കാം. നമ്മുടെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കൊണ്ടേ ആദ്യമേ നമുക്ക് തുടങ്ങാം ഒരു ഗാനത്തിലൂടെ. പഴയ ആ ഒരു ഓർമ്മയിലേക്ക് പോകാമെന്ന് കരുതുന്നു. സ്കൂൾ കാലഘട്ടത്തിലെ ലളിതഗാനങ്ങളാണ് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത്. അതെ ലളിതഗാനമാവട്ടല്ലേ? അതെ, തീർച്ചയായിട്ടും. വലം പിരിശങ്കിൻ തുളസി തീർത്ഥം മലയജ കുങ്കുമ മഹാപ്രസാദം പ്രദക്ഷിണ വഴി അഴകിന്നഴകേ നിന്റെ മനോഹര രൂപം മദാലസരൂപം കോമളരൂപം വലം പിരിശങ്കിൻ തുളസി തീർത്ഥം. വെരി ഗുഡ്, വെരി ഗുഡ്. ഒരുപാട് സന്തോഷം. ഈ സംഗീതം തുടങ്ങിയത് എത്ര കാലം മുതലാണ്? അതായത് എത്രാം വയസ്സ് മുതലാണ്? അതൊന്ന് പറയുമോ? സ്കൂൾ കാലഘട്ടം തുടങ്ങിയ മുതൽ മത്സരങ്ങളിൽ പങ്കെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. എന്നൊരു ഐറ്റത്തിലൂടെയാണ് തുടക്കം. പിന്നെ പദ്യം ചൊല്ലല്, ക്ലാസിക്കൽ മ്യൂസിക്, അങ്ങനെ. ഇലന്തൂരുകാരുടെ സ്വന്തം ഗായകനാണ് ശരിക്കും. അത് ഞാൻ പറഞ്ഞു കേട്ടിടത്തോളം നല്ല സപ്പോർട്ടാണ് ഇലന്തൂർ. ഈ ഇലന്തൂർ ദേശം മൊത്തം രാജേഷ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇലന്തൂരിലെ ആസ്ഥാന ഗായകനാണ് രാജേഷ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം അത് പോരാ. ജനങ്ങളിലേക്ക് ഇനിയെങ്കിലും, ഇത് എൻ്റെ ഒരു അപേക്ഷ കൂടിയാണെന്ന് വിചാരിച്ചോളൂ, ഇനിയെങ്കിലും ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ഇറങ്ങുക. ഈ ഇലന്തൂരല്ല, പത്തനംതിട്ടയല്ല, കേരളം ഒട്ടാകെ അറിയപ്പെടാൻ ഇടവരട്ടെ എന്ന് ആദ്യമേ ആശംസിക്കുകയാണ്. ഞാൻ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞിട്ട് ആകാശവാണിയിൽ പുറത്തേക്കൊന്ന് ഇറങ്ങിയിരുന്നു. ആകാശവാണിയിലൊക്കെ ലൈവ് മ്യൂസിക് ആർട്ടിസ്റ്റായിട്ട് 5 വർഷം പാടിയിട്ടുണ്ട്. വീണ്ടും തിരിച്ചകത്തേക്ക് തന്നെ ആയിരുന്നു. ഒതുങ്ങി. ഓക്കെ, അതെന്ത് പറ്റിയായിരുന്നു അന്ന്? പിന്നെ നമ്മുടെ സ്കൂളിലായിരുന്നല്ലോ സ്ഥിരം. അത് കഴിഞ്ഞ് BEdന് നമ്മുടെ സ്കൂളിൽ തന്നെ എത്തി. ആ സമയത്ത് നമ്മൾ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ഫസ്റ്റ് ലളിതഗാനം ശാസ്ത്രീയ സംഗീതത്തിലൊക്കെ നേടുകയുണ്ടായി. ഒരു അനുഭവമായിരുന്നു. അത് ശരി. ഇതൊക്കെ എന്നെ സംബന്ധിച്ചാൽ ഇതൊരു പുതിയ അറിവാണ് സത്യത്തിൽ. എന്നിട്ടാണോ ഇത്രയും കാലഘട്ടം കഴിഞ്ഞ മോഹനൊക്കെ ബോംബെ ഒക്കെ പോയല്ലോ? അതെ 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 അതെ. ഓക്കെ, സമയത്ത് നമ്മൾ ഇവിടെയൊക്കെ ആയിരുന്നു. അത് ശരി. എന്നെ സംബന്ധിച്ചാണ് ഒരു പുതിയ അറിവാണ് ഒരു സത്യത്തിൽ. എന്നിട്ടും പിന്നെ ആ റേഡിയോയിൽ പോയതിന് ശേഷം തിരിച്ച് വന്ന് പിന്നെ എന്തുകൊണ്ട് തിരിച്ചങ്ങോട്ട് റേഡിയോയിൽ പോകാനോ അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു മൾട്ടിനാഷണൽ കമ്പനി ജോലിയായിരുന്നല്ലോ. അവിടെ എല്ലാ വർഷവും ഓണത്തിന് പ്രോഗ്രാം, ക്രിസ്മസിന് പ്രോഗ്രാം, പുതിയ യൂണിറ്റുകളുടെ ഉദ്ഘാടനത്തിലെല്ലാം നമ്മുടെ ഗാനങ്ങൾ, അങ്ങനെ മെയിനായിട്ട് അവിടെയും നാട്ടിലെ ഭജൻസും അങ്ങനെ അങ്ങ് ആയിപ്പോയി. ജോലിയുടെ ഒരു തിരക്ക് മൂലം അങ്ങനെ പുറത്തേക്ക് പിന്നെ ഗാനമേളകളിലൊന്നും പോകാൻ സാധിച്ചില്ല. ഇപ്പൊ അടുത്തിടെ വീണ്ടും നമ്മളെല്ലാം കൂടെ ചേർന്ന് മോഹൻ തിരിച്ചു വന്നപ്പോ എനിക്ക് പിന്നെ ഒരു ഊർജ്ജമായി. നമ്മള് സ്കൂളിൽ വെച്ച് ഗാനമേളകളൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ, നമ്മള് ജില്ലാ ഫസ്റ്റ് കിട്ടിയവരൊക്കെ ഒരു വീണ്ടും ഒരു ഉണർവായിട്ട് ചെറുതായിട്ട് രീതി പ്രോഗ്രാംസ് ഒക്കെ പിന്നെയും തുടങ്ങുകയായിരുന്നു. ചെറിയ ഗാനമേളകളും. പ്രിയപ്പെട്ടവരെ, എന്നെ ഈ വീഡിയോയിൽ കാണുന്നില്ല, എന്നിരുന്നാൽ പോലും എൻ്റെ ശബ്ദം കേൾക്കാമല്ലോ. ഒരു പുതിയ ഗാനമേള ട്രൂപ്പ്, അത് ഹരികൃഷ്ണൻസ് എന്ന പേരിലാണ് തുടങ്ങിയിരിക്കുന്നത്.
അതിൽ ഞാനും എൻ്റെയും ഒരു ചെറിയ ഉണ്ട് അതിൽ. എന്നിരുന്നാലും നമ്മുടെ ഇലന്തൂരിൻ്റെ അഭിമാനമായിട്ടുള്ള രാജേഷ് ജിയാണ് അതിൻ്റെ മെയിൻ ഗായകൻ. അപ്പം എല്ലാവിധ ആശംസകളും വീണ്ടും നേരുകയാണ്. അതുപോലെ ജോലി സംബന്ധമായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിച്ചപ്പോൾ സംഗീതം ഒരല്പം മാറ്റി നിർത്തേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? ഓക്കെ. പക്ഷേ ഇന്നതൊരു വലിയ പോരായ്മയായിട്ട് തോന്നുന്നില്ലേ? കാരണം ഇന്നത്തെ അതെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നിപ്പം ഇത്രയും എന്താ പറയണ്ടേ, TV മാധ്യമങ്ങൾ വന്നപ്പോഴത്തേക്ക് ഒരുപാട് ചാൻസ് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ കൊച്ചുകുട്ടികളെ പോലും പാടുന്നുണ്ട്. പക്ഷെ അന്ന് വേദികൾ കുറവായിരുന്നു. അതെ, യുവജന ഉത്സവ വേദികളും അങ്ങനെയുള്ള വേദികൾ മാത്രമേ ഉണ്ടായിരുന്നു. ഇദ്ദേഹം നേടിയിട്ടുള്ള പുരസ്കാരങ്ങളൊക്കെ ഇവിടെ മൊമെന്റ്സ് ഒക്കെ ഇവിടെ ഉണ്ടായിരിക്കുമല്ലോ. അതുണ്ട്. അത് കൂടുതലും കുട്ടികൾ നല്ല വിദ്യാഭ്യാസപരമായിട്ടുള്ള മൊമെന്റ്സും എല്ലാം മുകളിലാണോ? മുകളിലൊക്കെ കുട്ടികൾ നല്ല പാട്ട് പാടുന്നവരും. ഓക്കെ. കംപ്ലീറ്റ് ഈ ഷെൽഫ് നിറയെ എന്താ പറയുക, എത്ര ഉണ്ടെന്ന് എനിക്കെന്നെ അറിയില്ല. അത്രയും മൊമെന്റോ. ബ്രദറൊക്കെ നന്നായിട്ട് പാടുന്ന ആളാണ്. അതെ രതീഷ് അല്ലേ? ഓക്കെ. അത് വൈഫിന്റെ ഫോട്ടോയാണ്. സത്യത്തിൽ രാജേഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ കുടുംബം മൊത്തം പാട്ടുകാരാണ്. സത്യത്തിൽ അനിയൻ നല്ലൊരു ഗായകൻ, അത് എന്ന് പറഞ്ഞാൽ രതീഷ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഗായകനാണ്. ഇതിപ്പം രാജേഷാണോ അതോ ഇനിയിപ്പം രതീഷാണോ നല്ല ഗായകൻ ചോദിച്ചാൽ കൺഫ്യൂഷനായി. ഇപ്പം രണ്ടുപേരും ഒന്നിക്കൊന്നും മെച്ചം ഗായകരാണ്. പിന്നെ കുടുംബത്തിൽ അല്ലാതെ കൊണ്ട് നമ്മുടെ മക്കളായിട്ട് പാടുന്നവരുണ്ടോ? മക്കൾ പാടും. ഓക്കെ. വീട്ടിൽ പിന്നെ ആരൊക്കെയാണ് ഉള്ളത് ഇവിടെ നമ്മുടെ കുടുംബത്തിലല്ലാതെ? രണ്ട് കുട്ടികൾ. കുടുംബ വീട്ടിൽ. അനിയനൊക്കെ താമസം. അനിയനിപ്പോൾ ഗൾഫിലാണ് കുടുംബസമേതം. ഓഹോ. നാട്ടിൽ വരാറുണ്ടേ? അത് കഴിഞ്ഞ ആഴ്ച വന്നിട്ട് പോയതേ ഉള്ളൂ. അത് ശരി. ഗാനമായിരുന്നു. അത് ശരി. ഓക്കെ. എന്നോട് പറഞ്ഞു ഈ പാട്ടായാലും ഞാൻ വളരെ സന്തോഷം എന്ന് പറഞ്ഞു. അമ്മാവനാണെന്ന് പാട്ട് കഴിഞ്ഞിട്ടാ പറഞ്ഞത്. അത് ശരി. മാറ്റിയാലോ? അത് ശരി. ഓക്കെ. അതായത് അങ്ങനെ ഒരു ഭാഗ്യം MG രാധാകൃഷ്ണൻ സാറിൻ്റെ കൂടെ പാടാനൊക്കെ ഉണ്ട്. യെസ്. അതിൽ രണ്ടുപേരും ഒന്ന് പ്ലീസ്. നീ എന്നെ മറന്നോ കണ്ണ, കാളിന്തി മറന്നോ, കാനനം മറന്നോ, ഈ നദി തീരത്തെ സ്വപ്നങ്ങൾ മറന്നോ, രാധേ നീ മറന്നോ, കൃഷ്ണ രാധേ നീ മറന്നോ, നീ എന്നെ മറന്നോ കൃഷ്ണ. എൻ്റെ ക്യാമറ എടുക്കുന്നുണ്ട്, കൈയടിക്കാൻ വയ്യ. അതുപോലെ രാജേഷ് ജി, നമ്മുടെ കുടുംബത്തിൽ ഐഡിയ സ്റ്റാർ സിംഗറിൽ പാടിയ ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലോ, അതാരെന്നൊന്ന് പറയുമോ? എൻ്റെ കൊച്ചിച്ചൻ്റെ മകളായിരുന്നു അനലക്ഷ്മി. അതെ, പെങ്ങളാണല്ലേ? അതെ. ഓക്കെ. ഇപ്പൊ നാട്ടിൽ വന്നിട്ടുണ്ട്, ഇപ്പൊ സ്ഥലത്തില്ല. അടുത്ത ഒരു ദിവസം വരുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അനലക്ഷ്മിയുടെ ഒരു ഇന്റർവ്യൂ. തീർച്ചയായിട്ടും. താങ്ക് യു. നന്നായിരുന്നു. അതെ. ഇപ്പൊ അനലക്ഷ്മി മസ്കറ്റിലാണ്, ഫാമിലിയായിട്ട് മസ്കറ്റിലാണ്. ഓക്കെ. ഐഡിയ സ്റ്റാർട്ടിങ്ങില് അതുപോലെ ഗന്ധർവ സംഗീതത്തിലൊക്കെ സെക്കൻഡ് പ്ലേസിൽ എത്തിയതായിരുന്നു. ഓക്കെ. അപ്പം അത്രയും പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഈ കുടുംബത്തിലെല്ലാവരും പാട്ടുകാരാണ്. ഇതിപ്പോൾ കൊച്ചച്ഛൻ്റെ മക്കളായാലും പാട്ടുകാരാണ്. രാജേഷിൻ്റെ അച്ഛൻ്റെ പെങ്ങന്മാര് അല്ലേ? ബ്രദറൊക്കെ സ്റ്റേറ്റിൽ തന്നെ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അതെ. അപ്പോൾ എല്ലാവരും മൊത്തത്തിൽ പാട്ടുകാരാണ്, എല്ലാവരും ഗായകരാണ്. അപ്പം ഭാഗ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭാഗ്യലക്ഷ്മി അല്ലേ? സോറി, അനുലക്ഷ്മിയുടെ ഒരു വീഡിയോയും കൂടി നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി എത്തിക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ രാജേഷ്, നമുക്ക് ആ പഴയ കാലത്തിലൊക്കെ എനിക്കതാണ് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടം. ഒരു പക്ഷേ പ്രേക്ഷകർ ഇതെങ്ങനെ സ്വീകരിക്കുന്നറിയില്ല. പുതിയ കാലഘട്ടത്തിലെ പാട്ടും രാജേഷ് ജിക്ക് അറിയാം. എന്നാൽ പോലും കൂടുതലും കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി ആയാൽ പോലും ഒരു ആ കാലഘട്ടത്തിൽ ഒരു പാട്ട് കൊടുന്ന് പാടിയാൽ നമുക്ക് അവിടെ വെച്ചത് വൈൻഡപ്പ് ചെയ്യാമായിരുന്നു. പഴയ കാലത്തെ പാട്ടുകളാണ് എനിക്കും കേൾക്കാൻ എന്തുകൊണ്ടോ ഇഷ്ടം. ശരി. അതില് നമ്മുടെ മലയാള ഭാഷയെ കുറിച്ച് ജയചന്ദ്രൻ പാടിയ ഒരു അതെ. പ്ലീസ്. മലയാള ഭാഷ തൻ മാതക ഭംഗി നിൻ മലർമന്ദഹാസമായി
വിടരുന്നു. നാടിൻ്റെ ഗ്രാമീണ ഭംഗി കുടിയിലെ കരമുണ്ടിൽ തെളിയുന്നു. മലയാള ഭാഷ തൻ മാദക ഭംഗി നിൻ മലർമന്ദഹാസമായി വിടരുന്നു. ആഹാ, എത്ര മനോഹരമായി. ഓർമ്മ വന്നുകൊണ്ട് പറയാണേ, എൻ്റെ ഓർമ്മയിൽ രാജേഷ് അന്ന് പാടിയിട്ടുള്ള പാട്ടുകളിൽ മെയിൻ ഒരു പാട്ട് കൂടിയാണ് ശങ്കരധ്യാനം എന്നുള്ളത് അല്ലേ? അതുകൂടി പ്ലീസ്, അതുകൂടി. ശങ്കരധ്യാന പ്രകാരം ജപിച്ചു ഞാൻ അമ്പലം ചുറ്റുന്ന നേരം. ശങ്കരധ്യാന പ്രകാരം ജപിച്ചു ഞാൻ അമ്പലം ചുറ്റുന്ന നേരം. കയ്യിൽ പ്രസാദവും കണ്ണിൽ പ്രകാശവുമായി സുന്ദരി നിന്നെ ഞാൻ കണ്ടു. ആദ്യമായി കണ്ടു. സരിഗമഗമഗരി 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 സ മദനി സനി സനിധ മദനി സനി സനിധ മദനി സനി സനിധ മമ സരിഗമഗമഗരി 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 സ. സൂപ്പർ. സത്യത്തിൽ ആ പാട്ടോടൊപ്പം ആസ്വദിക്കുന്നതിനോടൊപ്പം ഞാൻ ആ പഴയകാല ഓർമ്മകളിലോട്ട് പോയി സത്യത്തിൽ. ഞാനും അത്. അപ്പോൾ ഒരുപാട് സന്തോഷം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മാക്സിമം ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമൻ്റ് ഇടുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും നിങ്ങളുടെ മുമ്പിൽ മോഹന സല്ലാപം എത്തുന്നതായിരിക്കും. താങ്ക് യു.